ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. വികസിത കേരളത്തിലൂടെ മാത്രമേ വികസിത ഭാരതം യാഥാർത്ഥ്യമാകൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 3 അമൃത് ഭാരത് എക്സ്പ്രസുകളുടെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നിർവഹിച്ചു. വഴിയോര കച്ചവടക്കാർക്കുള്ള PM സ്വനിധി ക്രെഡിറ്റ് കാർഡ് പ്രധാനമന്ത്രി പുറത്തിറക്കി. തിരുവനന്തപുരം പൂജപ്പുര പുതിയ ഹെഡ് പോസ്റ്റ് ഓഫീസും ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി തുടക്കം കുറിച്ച പദ്ധതികൾ കേരളത്തിന് ഏറെ പ്രാധാന്യമുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന്റെ ആവശ്യങ്ങൾ യഥാസമയം നിറവേറ്റപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മുഖ്യമന്ത്രി. ഉൾനാടൻ ജലപാത വികസന കൌൺസിലിന്റെ 3ാം യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പങ്കെടുക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാംഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഇന്ത്യ ന്യൂസിലാൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. വികസിത കേരളത്തിലൂടെയേ വികസിത ഭാരതം യാഥാർത്ഥ്യമാകൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ വികസനത്തിന് പുതിയ ദിശാബോധം നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്തെ രാജ്യത്തിന്റെ സ്റ്റാർട്ടപ്പ് ഹബ്ബായി മാറ്റുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത ശേഷം തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്തെ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരത്തിലെ പാവപ്പെട്ട കുടുംബങ്ങൾക്കായി ഒട്ടേറെ പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ക്രെഡിറ്റ് കാർഡ് പദ്ധതി നടപ്പാക്കിയത് വഴിയോര കച്ചവടക്കാർക്ക് ഏറെ ആശ്വാസം നൽകും. പാവപ്പെട്ടവർക്കായി 4 കോടി വീടുകൾ നിർമ്മിച്ചു നൽകാനായി. ആദായ നികുതി പരിധി ഉയർത്തിയത് കേരളത്തിലെ മധ്യവർഗ കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെട്ടു. അമൃത് ഭാരത് എക്സ്പ്രസ് കൂടി ഓടിത്തുടങ്ങുന്നതോടെ കേരളത്തിലെ ട്രെയിൻ യാത്ര കൂടുതൽ സുഗമമാകും. വികസിത കേരളം സാധ്യമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കേരളത്തിനൊപ്പം ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി. आज से केरला में रेल कनेक्टिविटी और सशक्त हुई है. तिरुवनंतपुरम को देश का बड़ा स्टार्टअप हब बनाने के लिए पहल हुई है. आज केरला से पूरे देश के लिए गरीब कल्याण से जुड़ी एक बड़ी शुरुआत भी हो रही है. आज PM स्वनिधि क्रेडिट कार्ड लॉन्च किया गया है. एंडे सुहृतगढ़े विकसित भारत बनाने के लिए आज पूरा देश एकजुट होकर प्रयास कर रहा है. നാഗർകോവിൽ മംഗലാപുരം, തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം ചാർലപ്പള്ളി എന്നീ അമൃത് ഭാരത് എക്സ്പ്രസുകളുടെയും തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനിന്റെയും ഫ്ളാഗ് ഓഫാണ് പ്രധാനമന്ത്രി ഇന്ന് നിർവഹിച്ചത്. നഗര ഉപജീവന മാർഗ്ഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടിയുള്ള PM സ്വനിധി ക്രെഡിറ്റ് കാർഡും പുറത്തിറക്കിയ അദ്ദേഹം PM സ്വനിധി ഗുണഭോക്താക്കൾക്കുള്ള ചെക്കും വിതരണം ചെയ്തു. തിരുവനന്തപുരത്തെ CSIR NIIST ഇന്നൊവേഷൻ ടെക്നോളജി ആൻഡ് എന്റർപ്രണർഷിപ്പ് ഹബിന്റെയും ശ്രീചിത്രയിൽ അത്യാധുനിക റേഡിയോ സർജറി സെന്ററിന്റെയും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. തിരുവനന്തപുരം പൂജപ്പുര പുതിയ ഹെഡ് പോസ്റ്റ് ഓഫീസും ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പുത്തരിക്കണ്ടം മൈതാനത്ത് നടന്ന പരിപാടിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, മന്ത്രി MB രാജേഷ്, മേയർ VV രാജേഷ്, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ പങ്കെടുത്തു. രാവിലെ തിരുവനന്തപുരത്തെത്തിയ പ്രധാനമന്ത്രിയെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ ചേർന്നാണ് സ്വീകരിച്ചത്. ഓവർബ്രിഡ്ജ് മുതൽ പുത്തരിക്കണ്ടം വരെ നടന്ന റോഡ് ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. കേരളത്തിന്റെ വികസനത്തിന് സഹായകമാകുന്ന നിരവധി പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ എത്തിച്ചേർന്ന പ്രധാനമന്ത്രിക്ക് സ്വാഗതം ആശംസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ന് തുടക്കം കുറിക്കുന്ന എല്ലാ പദ്ധതികളും കേരളത്തെ സംബന്ധിച്ച് വലിയ പ്രാധാന്യമുള്ളവയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന് ഇത് സന്തോഷകരമായ നിമിഷമാണ്. വരും കാലങ്ങളിലും കേരളത്തോടുള്ള കരുതൽ തുടരുമെന്നും പല മേഖലകളിലുമുള്ള ആവശ്യങ്ങൾ യഥാസമയം നിറവേറ്റപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. The Prime Minister has been kind enough to come down to Kerala to launch a number of projects that would go a long way in the development of the state. This is a cherished moment of satisfaction to the state government, as we have been consistently seeking the union government's green signal for many of these projects. I take this opportunity to express our sincere gratitude to the Honorable Prime Minister for having cleared these projects. പുത്തരിക്കണ്ടം മൈതാനത്ത് തന്നെ സംഘടിപ്പിക്കുന്ന BJP പൊതുയോഗത്തിലും ശ്രീ മോദി സംബന്ധിച്ചു. കേരളം ഭാരതീയ ജനതാ പാർട്ടിയെ വിശ്വസിച്ചു തുടങ്ങിയതായി അദ്ദേഹം പറഞ്ഞു. തന്റെ പാർട്ടിയിൽ വിശ്വസിച്ച എല്ലാ വോട്ടർമാർക്കും ശ്രീ മോദി നന്ദി അറിയിച്ചു. മുതിർന്ന BJP നേതാക്കളായ പ്രകാശ് ജാവദേക്കർ, കുമ്മനം രാജശേഖരൻ, V മുരളീധരൻ, NDA നേതാക്കൾ തുടങ്ങിയവരും പങ്കെടുത്തു. ശേഷം ശ്രീ മോദി ചെന്നൈയിലേക്ക് തിരിക്കും. പുതിയ ട്രെയിൻ സർവീസുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തതുമായി ബന്ധപ്പെട്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി രവനീത് സിംഗ് ബിട്ടുവും കൊച്ചുവേളിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി വി സോമണ്ണയും പങ്കെടുത്തു.
തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തു. തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ഗുരുവായൂർ തീർത്ഥാടനത്തിനും ടൂറിസത്തിനും വൻ കുതിപ്പ് നൽകുമെന്ന് ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് അദ്ദേഹം നിർവഹിച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിവരെ ഗതാഗത ക്രമീകരണം തിരുവനന്തപുരം നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് എയർപോർട്ട്, ശംഖുമുഖം, ചാക്ക, പേട്ട, പള്ളിമുക്ക്, പാറ്റൂർ ജനറൽ ആശുപത്രി, പാളയം സ്റ്റാച്യു, ആയുർവേദ കോളേജ്, ഓവർബ്രിഡ്ജ്, മേലെ പഴവങ്ങാടി, ഈഞ്ചക്കൽ, മിത്രാനന്തപുരം, SP ഫോർട്ട്, ശ്രീകണ്ഠേശ്വരം പാർക്ക്, തകരപ്പറമ്പ് മേൽപ്പാലം, പവർ ഹൌസ് ജംഗ്ഷൻ, ചൂരക്കാട്ട് പാളയം വരെയാണ് നിയന്ത്രണം. കേന്ദ്ര തുറമുഖ, ഷിപ്പിംഗ്, ജലഗതാഗത മന്ത്രി സർബാനന്ദ സോനോവാൾ ഇന്ന് കൊച്ചിയിൽ ഉൾനാടൻ ജലപാത വികസന കൌൺസിലിന്റെ 3ാം യോഗത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ചടങ്ങിൽ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയായിരിക്കും. വിഴിഞ്ഞത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാക്കാനാണ് ശ്രമമെന്ന് മന്ത്രി വി എൻ വാസവൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 25-ന്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും മൈ ജിഒവി, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഇന്നുകൂടി അറിയിക്കാം. രാജ്യത്ത് സമയബന്ധിതമായ പദ്ധതി നിർവഹണം ഉറപ്പാക്കുന്നതിന് 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച പ്രഗതി സംരംഭം 50ാമത് അവലോകന യോഗം എന്ന സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടു. ഈ സംരംഭത്തിന്റെ ഫലപ്രാപ്തിയുടെ മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് രാജ്യത്തെ സിവിൽ ഏവിയേഷന്റെ വളർച്ച. ഒരു റിപ്പോർട്ട്. രാജ്യത്തെ സിവിൽ ഏവിയേഷന്റെ ക്രമാനുഗതമായ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടിയുള്ള ദേശീയ നയങ്ങൾ, പദ്ധതികൾ, നിയന്ത്രണങ്ങൾ എന്നിവ രൂപീകരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും ഉത്തരവാദിത്തമുള്ള നോഡൽ മന്ത്രാലയമാണ് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം. വ്യോമഗതാഗത സേവനങ്ങൾ, വിമാനത്താവള അടിസ്ഥാന സൌകര്യ വികസനം, വ്യോമ നാവിഗേഷൻ സേവനങ്ങൾ, വ്യോമയാന സുരക്ഷ ഇതിന്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നു. വിമാനത്താവള ശേഷി, പ്രാദേശിക കണക്ടിവിറ്റി, മൊത്തത്തിലുള്ള മേഖലാ കാര്യക്ഷമത എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് ഇത് സഹായിക്കുന്നു. PMG പോർട്ടലിൽ നിരീക്ഷിക്കപ്പെടുന്ന 38 പദ്ധതികളിൽ 21,694 കോടി രൂപയുടെ മൊത്തം നിക്ഷേപമുള്ള 3 പദ്ധതികൾ പ്രധാനമന്ത്രി അവലോകനം ചെയ്യുകയും ആ പദ്ധതികൾ കമ്മീഷൻ ചെയ്യുകയും ഉണ്ടായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ശബരിമല സന്നിധാനത്തു നിന്നും പന്തളത്ത് തിരിച്ചെത്തിച്ച തിരുവാഭരണങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ഇനി ദർശനമുള്ളത് കുംഭമാസത്തിലെ ഉത്രം നാളിലും വിഷുനാളിലും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ശബരിമല സന്നിധാനത്ത് മകരവിളക്ക് മഹോത്സവത്തിന് അയ്യന് ചാർത്തുന്ന തിരുവാഭരണങ്ങൾ അടങ്ങിയ പേടകങ്ങളുമായി ഘോഷയാത്രാ സംഘം പന്തളത്ത് രാവിലെ തിരിച്ചെത്തി. തിരുവാഭരണ പേടകങ്ങൾ ദേവസ്വം ബോർഡ് അധികൃതരിൽ നിന്ന് കൊട്ടാരം നിർവാഹക സംഘം ഭാരവാഹികൾ ഏറ്റുവാങ്ങി സ്രാമ്പിക്കൽ കൊട്ടാരത്തിലെ സുരക്ഷിത മുറിയിലേക്ക് മാറ്റി. മാർച്ച് 4-ന് അയ്യപ്പന്റെ പിറന്നാൾ ദിനമായ കുംഭമാസത്തിലെ ഉത്രം നാളിലും ഏപ്രിൽ 15-ന് വിഷുദിനത്തിനുമാണ് വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിൽ ഇനി തിരുവാഭരണ ദർശനം ലഭിക്കൂ. കുംഭമാസ പൂജകൾ ശബരിമലയിൽ ഇനി അടുത്ത മാസം 12-ന് നട തുറന്ന് 17-ന് അടയ്ക്കും. ഇന്ത്യ ന്യൂസിലാൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മുതൽ റായ്പൂരിലെ ഷഹീദ് വീർ നാരായൺ സിംഗ് സ്റ്റേഡിയത്തിലാണ് പോരാട്ടം. ആദ്യ കളിയിൽ 48 റൺസിന്റെ മിന്നുന്ന ജയം നേടിയ ടീം ഇന്ത്യ 5 മത്സര പരമ്പരയിൽ ആധിപത്യം തുടരാൻ ഉറച്ചാണ് ഇന്നിറങ്ങുക. അതേസമയം വനിതാ പ്രീമിയർ ലീഗ് 2020 ടൂർണമെന്റിൽ ഇന്ന് മത്സരമില്ല. ഇന്നലെ UP വാരിയേഴ്സിനെതിരെ ഗുജറാത്ത് ജയന്റ്സ് 45 റൺസിന്റെ വിജയം നേടി. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ഇന്ന് രാജ്യം പരാക്രം ദിവസായി ആചരിക്കുന്നു. ദിനാചരണത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പോരാട്ടം ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരിൽ ആത്മവിശ്വാസവും ഐക്യവും പകർന്നതായി രാഷ്ട്രപതി പറഞ്ഞു. നേതാജിയുടെ ദേശീയതയോടുള്ള സമീപനം യുവ തലമുറകളെ പ്രചോദിപ്പിക്കുന്നതായും ഉപരാഷ്ട്രപതി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത കേരളത്തിലൂടെ മാത്രമേ വികസിത ഭാരതം യാഥാർത്ഥ്യമാകൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 3 അമൃത് ഭാരത് എക്സ്പ്രസുകളുടെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നിർവഹിച്ചു. വഴിയോര കച്ചവടക്കാർക്കുള്ള PM സ്വനിധി ക്രെഡിറ്റ് കാർഡ് പ്രധാനമന്ത്രി പുറത്തിറക്കി. തിരുവനന്തപുരം പൂജപ്പുര പുതിയ ഹെഡ് പോസ്റ്റ് ഓഫീസും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി തുടക്കം കുറിച്ച പദ്ധതികൾ കേരളത്തിനേറെ പ്രാധാന്യമുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന്റെ ആവശ്യങ്ങൾ യഥാസമയം നിറവേറ്റപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മുഖ്യമന്ത്രി. ഉൾനാടൻ ജലപാത വികസന കൌൺസിലിന്റെ 3ാം യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പങ്കെടുക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഇന്ത്യ ന്യൂസിലാൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.